നമസ്കാരം. ഒറ്റ ഒളിമ്പിക്സിൽ തന്നെ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഷൂട്ടർ മനു ഭാകർ. ഷൂട്ടിങ്ങിൽ 10 മീറ്റർ സിംഗിൾസ്, മിക്സഡ് ടീം എന്നീ ഇനങ്ങളിലാണ് മനു ഭാകർ വെങ്കൽ മെഡൽ നേടിയത്. ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ഇവന്റുകളിൽ 30-ലധികം മെഡലുകൾ നേടിയ താരമാണ് മനു. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ 16 വയസ്സുള്ളപ്പോൾ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തു. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 2 വെങ്കലം നേടിയ ഇന്ത്യൻ യുവ ഷൂട്ടർ മനു ഭാകറെ ബ്രാൻഡ് അംബാസിഡറാക്കാനായി പ്രമുഖ സ്ഥാപനങ്ങൾ ഇപ്പോൾ മത്സരിക്കുകയാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത ഇനത്തിലും ടീം ഇനങ്ങളിലും വെങ്കലം നേടിയ മനു ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് മനുവിനെ തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറാക്കാനായി പ്രമുഖ കമ്പനികൾ എത്തിയിരിക്കുന്നത്. ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തോടെ പരസ്യങ്ങൾക്ക് ഈടാക്കുന്ന നിരക്ക് മനു ഭാകർ കുത്തനെ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിൽ മുമ്പ് 20-25 ലക്ഷം രൂപയായിരുന്നു ഒരു ബ്രാൻഡിന്റെ അംബാസിഡർ ആവാൻ മനു ഭാകർ പ്രതിഫലം ഈടാക്കിയിരുന്നത്. എന്നാൽ ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തോടെ ഇത് കോടിയായി ഉയർന്നുവെന്നാണ് റിപ്പോർട്ട്. മനു ഒളിമ്പിക്സിൽ 3ാം മെഡലിനായുള്ള പരിശ്രമത്തിലാണിപ്പോൾ. അതിനിടെ മനുവിന്റെ ഏജൻസി ഇപ്പോൾ തന്നെ കോടികളുടെ പരസ്യ കരാറുകൾ സ്വന്തമായി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. മനുവിനെ തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കണമെന്നുള്ള ആവശ്യവുമായി ഏകദേശം 40ഓളം ബ്രാൻഡുകളാണ് തങ്ങളെ സമീപിച്ചതെന്ന് മനുവിൻ്റെ ഏജന്റായ IOS സ്പോർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് CEO നീരജ് തോമർ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു. ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിനു ശേഷം മനു ഭാകറുടെ ബ്രാൻഡ് മൂല്യം 5-6 ഇരട്ടിയായി ഉയർന്നുവെന്നും മുൻപ് 20-25 ലക്ഷം രൂപ പരസ്യ കരാറുകൾക്ക് മനുവിന് ലഭിച്ച സ്ഥാനത്ത് ഒരു വർഷത്തേക്ക് ഇപ്പോൾ 1-1.5 കോടി രൂപയാണ് ഈടാക്കുന്നതെന്നും ടോമർ പ്രതികരിച്ചു. ദീർഘകാല പരസ്യ കരാറുകൾക്കാണ് തങ്ങൾ പ്രാധാന്യം നൽകിയിരിക്കുന്നതെങ്കിലും ഒരു വർഷ കരാറുള്ള ഏതാനും ഹ്രസ്വകാല പരസ്യ കരാറുകളും ഏർപ്പെടുത്തുമെന്നും ടോമർ പറഞ്ഞു. 1 മുതൽ 3 മാസം വരെ കരാറുള്ള ഡിജിറ്റൽ പരസ്യ കരാറുകളും മനുവിനെ തേടിയെത്തുന്നുണ്ട്. എന്നാൽ ദീർഘകാല കരാറിലാണ് തങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതെന്നും ടോമർ വ്യക്തമാക്കി.